അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ച കർഷകർ. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. നിരോധിത പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എറിയാട് ഗാലക്സി ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് അഴീക്കോട് ജെട്ടിയിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച സമരക്കാർ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന അവസ്ഥയിൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് നടന്ന ധർണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി മേഖലാ പ്രസിഡന്റ് കെ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ, എം സി അബ്ദുൾ റാഫിക്, പി വി ജയൻ, ഇ കെ ബൈജു, കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ തിരിച്ചിറങ്ങി ഇങ്ങോട്ട് വരണം. കഥകളി വേഷത്തെ കളിയാക്കും വിധമുള്ള ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ. കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ തലയിൽ കിരീടം വയ്ക്കുകയും ചുട്ടികുത്തുകയും അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി. മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡലവും രംഗത്തെത്തിയത്. കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം, എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ടിവിയിൽ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്ത് വരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്നു. ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ്ലാലും അദ്ദേഹത്തിന്റെ മോഡലായ സോനിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിൽ ഉള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു.
കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. TCV ന്യൂസ് ചെറുതുരുത്തി. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ കർഷകർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ചു. കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട്ടിലേക്ക് വരുന്ന താമരവളയം കനാലിനു കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 2-4 ഡിവിഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വർഷം തോറും താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിരുന്നത്. മേഖലയിലെ നിരവധി കർഷകരാണ് ഈ പാലത്തെ ആശ്രയിച്ച് വാഴ, പച്ചക്കറി കൃഷി നടത്തിയിരുന്നത്. നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ പെടുന്ന പ്രദേശമാണ് ഈ സ്ഥലം. എന്നാൽ കർഷകർക്കായി വർഷം തോറും കെട്ടാറുള്ള കിഴക്കേ പുഞ്ചപ്പാടം താൽക്കാലിക പാലമാണ് പുനർനിർമ്മിക്കാതെ കിടക്കുന്നത്. പൊറത്തിശ്ശേരി പഞ്ചായത്തായിരുന്ന കാലം മുതലേ ഈ പാലം നിർമ്മിച്ചു വരുന്നതാണ്. 2022 പാലം അവസാനമായി കെട്ടിയതെന്ന് കർഷകർ പറഞ്ഞു. 2023 ജൂലൈയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുളകൊണ്ട് നിർമ്മിച്ചിരുന്ന പാലം തകർന്നു പോകുകയായിരുന്നു. ഇതോടെ ഇരുകരയിലും വളവും മറ്റ് കൃഷി ഉപകരണങ്ങളും ഇരുഭാഗത്തേക്കും കൊണ്ടുപോകേണ്ട കർഷകർ വഞ്ചിയും മറ്റു വഴികളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. തെങ്ങും പച്ചക്കറിക്ക് എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഒരു മരുഭൂമി പോലെ ആക്കിയത്. അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഉപജീവന മാർഗം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പറമ്പിലേക്ക് കടക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അതിൽ വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃഷിക്കാർ ഏറ്റെടുത്ത് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കണം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു അനുമതി കിട്ടണം ഞങ്ങൾക്ക്. പുതിയ നിയമമനുസരിച്ച് നഗരസഭയുടെ ആസ്തിയല്ലാത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കാൻ സാധിക്കില്ലെന്ന കാരണം പറഞ്ഞാണ് നഗരസഭ താൽക്കാലിക പാലം നിർമ്മിക്കാത്തത്. പാലം ഉണ്ടാക്കിയാൽ മാത്രമേ കർഷകർക്ക് കൃഷി ആവശ്യത്തിനായി സഞ്ചരിക്കാൻ കഴിയൂ. കർഷകരുടെയും കൗൺസിലറുടെയും ആവശ്യപ്രകാരം പൊറത്തിശ്ശേരി കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ പാലം നിർമ്മിക്കാനുള്ള നടപടി ആയിട്ടില്ല. വർഷം തോറുമുള്ള താൽക്കാലിക സംവിധാനം മാറ്റി സ്ഥിരമായി പാലം നിർമ്മിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഇറിഗേഷന്റെ കീഴിലുള്ള തോടിനു മുകളിൽ നഗരസഭ പാലം നിർമ്മിക്കുന്നത് ക്രമവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതേസമയം പാലം നിർമ്മാണത്തിൽ അനിശ്ചിതത്വം നേരിടുന്നതിനിടയിൽ കർഷകർ തന്നെ പണമെടുത്ത് താൽക്കാലിക പാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ഥിരമായ നടപ്പാലം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൗൺസിലർ അൽഫോൻസ തോമസ് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നടന്നു പോകാവുന്ന അങ്ങനെ ഒരു താൽക്കാലിക പാലം അല്ലാതെ ഒരു സ്ഥിരപ്പാലം കെട്ടുന്നതിന് ആ പാലത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമുള്ള സ്വത്തിൻ്റെ അവകാശികൾ നമുക്ക് ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുതരാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ഫണ്ട് നമുക്ക് നോക്കിയിട്ട് അത് പാസ്സാവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ ചേർത്തുകൊണ്ട് സ്ഥിരമായിട്ടൊരു പാലം ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള സ്ഥലം നൽകാൻ ഇരു കരകളിലുമുള്ളവർ തയ്യാറായിട്ടുണ്ടെന്നും പ്രശ്നം സ്ഥലം MLA കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കൗൺസിലർ പറഞ്ഞു. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ അബ്ദുൾ അയൂബ്, ഷിനാജ്, അസ്ലം, തിരുവനന്തപുരം സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M. ഷാജഹാന്റെ നേതൃത്വത്തിൽ SI KS സൂരജ്, സീനിയർ CPOമാരായ CV സുനിൽകുമാർ, TS ജ്യോതിഷ്, CPOമാരായ TK സൂരജ്, പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത 18ഓളം ATM കാർഡുകൾ ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കയ്പമംഗലം സ്വദേശിയുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ 3 ഇടങ്ങളിലെ മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. സർവീസ് റോഡുകൾ, കാനകൾ എന്നിവയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കുന്നതിന് ദേശീയപാതയിലെ 5 കിലോമീറ്ററിനിടയിൽ എല്ലാ സിഗ്നൽ ജംഗ്ഷനുകളിലും അടിപ്പാത നിർമ്മിക്കാൻ NHAA തീരുമാനിച്ചതാണ്. കൊരട്ടിയിലെ 3 ഇവയ്ക്ക് കളമൊരുങ്ങിയതുമാണ്. എന്നാൽ അടിപ്പാതകൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സർവീസ് റോഡുകളും കാനകളും നിർമ്മിക്കുകയാണ് ദേശീയപാത അധികൃതർ. ഇടയ്ക്ക് മാത്രമായി ഒതുങ്ങുന്ന സർവീസ് റോഡുകൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അപൂർണമായ കാനകൾ വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ ലൈറ്റ് വെഹിക്കുലാർ അണ്ടർ പാസേജും
കൊരട്ടിയിൽ 60 മീറ്റർ നീളത്തിൽ മേൽപ്പാലവും നിർമ്മിക്കാനാണ് തീരുമാനം. കൊരട്ടി ജംഗ്ഷനിൽ നേരത്തെ അടിപ്പാതയുടെ രൂപരേഖ ആയിരുന്നുവെങ്കിലും ജനവികാരത്തെ മാനിച്ച് 3 സ്പാനുകളിലെ മേൽപ്പാലത്തിന് പിന്നീട് അനുമതി നൽകുകയായിരുന്നു. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാർ അച്ചുകൂടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡും ഡ്രൈനേജും നിർമ്മിക്കുന്നത്. ഇത് ലത്തീൻ പള്ളി വരെ നീട്ടണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇതിന്റെ എതിർഭാഗത്ത് റെയിൽവേ ഗേറ്റ്, റോഡ് വരെ ബദൽ റോഡും സംവിധാനവും ആവശ്യമാണ്. മുരിങ്ങൂരും ചിറങ്ങര ജംഗ്ഷനും ഇതേ അവസ്ഥയിലാണ്. നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് വന്നുചേരുന്നത് അടിപ്പാതയുടെ സമീപത്താണ്. നേരത്തെ തയ്യാറാക്കിയ ഡിസൈൻ ആയതിനാൽ ഇതിന് ബദൽ സംവിധാനം വേണ്ടിവരും. ഇവിടത്തെ അപാകത പരിഹരിക്കണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്ന് MLA സനീഷ് കുമാർ ജോസഫും അറിയിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർ കർണാടക സ്വദേശി മൊഹയുദ്ദീൻ, ഗുഡ്സ് വാൻ ഡ്രൈവർ നടുവന്നൂർ സ്വദേശി ഷെഫീഖ്, വയനാട് സ്വദേശി റോബിൻ, ചാലക്കുടി സ്വദേശി ബിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനത്തിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. കർണാടക ബെല്ലാരിയിൽ നിന്നും മുളകുമായി മട്ടാഞ്ചേരിയിലേക്ക് വന്നിരുന്ന പിക്കപ്പ് വാനും സ്വകാര്യ കൊറിയർ കമ്പനി സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ മൊഹയുദ്ദീനെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് ക്രെയിൻ എത്തിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മുല്ലശ്ശേരി മുള്ളഞ്ചേരി കുളത്തിന് സമീപം തെങ്ങ് വീണ് സ്കൂട്ടർ തകർന്നു. പഞ്ചായത്ത് മെമ്പർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മുല്ലശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുന്നത്തുള്ളി ദിൽന ധനേഷിന്റെ സ്കൂട്ടറാണ് തകർന്നത്. പുറത്തുപോയി വന്ന ദിൽന സ്കൂട്ടർ പാർക്ക് ചെയ്ത് ഇറങ്ങിയ ഉടനെ തെങ്ങ് മറിഞ്ഞു വീഴുകയായിരുന്നു. ശക്തമായ കാറ്റിൽ മാവ് കടപുഴകി വീണ പാവർട്ടിയിൽ വീട് തകർന്നു. പാവർട്ടി പാലുവായ് റോഡിൽ പുളിച്ചാറം വീട്ടിൽ മോനുട്ടിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. വീടിനുള്ളിലെ സീലിംഗും തകർന്നിട്ടുണ്ട്. പാലപ്പിളിയിൽ മാനിനെ കൈക്കാലുകൾ കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പൂര് സ്വദേശി വിനോദാണ് കീഴടങ്ങിയത്. സംഭവത്തിൽ 4 പേർക്കെതിരെ വനവകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർ ഒളിവിലാണ്. പാലപ്പിള്ളി തോട്ടത്തിൽ കരാറടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ്. ഈ മാസം 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് വിവരങ്ങളൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. മാനിനെ കെട്ടഴിച്ചു വിട്ടുവെന്ന് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചേലക്കര മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP. കോട്ടയം MP-യായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ടു പോവുകയാണെന്നും കർഷകദ്രോഹ നടപടികളും ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ജോർജ് പറഞ്ഞു. സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള പഞ്ചായത്തിലെ മാളക്കടവ് പ്രദേശത്തെ MCF കുടുംബശ്രീയുടെ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റിന് സമീപത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ ധർണ്ണ നടത്തി. നിലവിൽ പ്രവർത്തിക്കുന്ന MCF കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാതെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് മാള പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കൃത്യമായി കയറ്റിവിടാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് മാറ്റത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് MCF മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലത്തിനടുത്താണ് കുടുംബശ്രീ സംരംഭമായ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റും ഗവൺമെന്റ് ITIയും പ്രവർത്തിക്കുന്നത്. ശുചിത്വ മിഷൻ ഫണ്ട് ലഭിക്കുന്നതിന് മാത്രമായി MCF മാറ്റുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. വലിയ പറമ്പിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അനിൽകുമാർ അതിയാരത്ത്, ജിയോ ജോർജ്, അമ്പിളി സജീവൻ, ബിനോയ് അതിയാരത്ത് എന്നിവർ സംസാരിച്ചു. ചേലക്കരയിൽ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനല്ലു കടാഞ്ചേരി വളപ്പിൽ 65 വയസ്സുള്ള വിജയനെയാണ് ആശുപത്രിക്ക് പിറകുവശത്തായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെ തോട്ടം തൊഴിലാളിയാണ്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചിരിക്കുള്ള പ്രാധാന്യം വലുതാണെന്നും അത് ജീവിതശൈലിയാക്കി മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു അഭിപ്രായപ്പെട്ടു. വെൺമനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളിലും വർദ്ധിച്ചുവരുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ചിരി, യോഗ, റുബിക്സ്, വായന തുടങ്ങിയ പരിശീലനങ്ങളിലേക്ക് രക്ഷിതാക്കളും കടന്നുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെമിനാറിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ KV ഷൈൻ, അമീന അൽമാസ്, ജിംല ജേക്കബ് എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. DCC ഹാളിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. മാപ്രാണത്ത് ജനവാസ മേഖലയിൽ അറവ് മാലിന്യം തള്ളുന്നതായി പരാതി. ഇരിങ്ങാലക്കുട ഹോളിക്രോസ് ദേവാലയ പരിസരത്ത് നിന്ന് മാടായിക്കോണം സ്കൂളിലേക്ക് പോകുന്ന റോഡരികിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് അറവ് മാലിന്യം തള്ളുന്നതായി പ്രദേശവാസികൾ പറയുന്നത്. കന്നുകാലികളുടെ ആന്തരിക അവയവങ്ങളടങ്ങിയ മാലിന്യമാണ് രാത്രികാലങ്ങളിൽ ഇവിടെ തള്ളുന്നതെന്ന് നാട്ടുകാർ പറയും. നമ്മൾ പല പ്രാവശ്യം ഗ്രാമസഭയിൽ പറഞ്ഞ് ബോർഡ് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ അറവുശാലത്ത് ഈ പണ്ടത്തിൻ്റെ ഉള്ളിലത്തെ ചാണമായിട്ടുള്ള സാധനം ഇവിടെ ഈ പറമ്പുകളിൽ കൊണ്ട് നിക്ഷേപിച്ചിരിക്കണം. അതിങ്ങനെ ഒഴുകി മറ്റുള്ള വീടുകളിലേക്കും അവിടെ താഴത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഒഴുകിയേ പോകണം. അത് ആരോട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ നമ്മൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനൊരു നടപടി എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വസ്തുനികുതി ഈടാക്കിയതിനെതിരെയുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ തീരുമാനം. MCP ഗ്രൂപ്പ് ഉടമ നൽകിയ ഹർജിയെ തുടർന്ന് ഉടമയെ നേരിട്ട് കേൾക്കാൻ നഗരസഭ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചത്. വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ സുജ സജീവ് യോഗത്തെ അറിയിച്ചു. എന്നാൽ അനധികൃത കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് 2 കോടിയോളം രൂപ MCP ഗ്രൂപ്പ് നഗരസഭയിൽ അടച്ചതാണെന്നും ഇത്രയും പണം തിരിച്ചു നൽകേണ്ടി വന്നാൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നഗരസഭയ്ക്ക് വരുമാനമൊന്നും നഷ്ടപ്പെടുന്നില്ലെന്നും നടപടിക്രമത്തിൽ വന്ന വീഴ്ച പരിഹരിക്കാനാണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും സെക്രട്ടറി വിശദീകരിച്ചു. വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന സ്റ്റാൻഡിംഗ് കൌൺസിലിനെ മാറ്റണമെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായ അഡ്വക്കേറ്റ് KK ചന്ദ്രപിള്ളയുടെ സേവന കാലാവധി പുതുക്കി നൽകേണ്ടതില്ലെന്നും പുതിയ അഭിഭാഷകനെ നിയമിക്കാൻ അപേക്ഷ ക്ഷണിക്കാനും യോഗം തീരുമാനിച്ചു. രാഷ്ട്രപതിക്കൊപ്പം രക്ഷാബന്ധൻ ആഘോഷിക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ ശ്രാവ്യ, വിജേഷ്, ആമ്പൽ ദീപക്, നൈനിക NS, ജ്വാല അമൃത, ധ്രുപദ് സനൽ എന്നിവരാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം രക്ഷാബന്ധൻ ഉത്സവത്തിൽ പങ്കെടുത്തത്. അധ്യാപിക ലിസി മൂക്കനം വിദ്യാർത്ഥികൾക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. It gave me a double excitement after the speech of Honorable President Ma'am and gave me a good message of sister-brother bond. Every second at the Rashtrapati Bhavan was like a dream. Every moment will glow brightly in. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികളുടെ ബോണസ് തീരുമാനിക്കുന്നതിന് വേണ്ടി ജില്ലാ ലേബർ ഓഫീസർ K. സുജിത്ത് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ബോണസ് 20% പുനഃസ്ഥാപിക്കണമെന്ന് തൊഴിലാളി പ്രതിനിധികളും മിനിമം ബോണസായ 8.33% മാത്രമേ നൽകാനാവൂ എന്ന ഉടമകളും നിലപാടെടുത്തതോടെ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ല. 29-ന് ജില്ലാ ലേബർ ഓഫീസർ വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട്. തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് AV ചന്ദ്രൻ, KV പുഷ്പാകരൻ, PG മോഹനൻ, KM അക്ബർ, N. ഗോപിനാഥൻ, ആൻഡോ, സെൻട്രൽ കേരള ടൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നേതാക്കളായ CP ചന്ദ്രൻ, രവികുമാർ, ബാബു, രാംദാസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മസാജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം നടത്തിയ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അബു സലിത്ത, വിഷ്ണു, റിയാസ് മുഹമ്മദ്, മിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി പോലീസ് മേധാവി R. ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ്,
കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കൊടുവിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മസാജിംഗ് സെന്റർ. വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ ലിങ്കേജ് ലോൺ മേള സംഘടിപ്പിച്ചു. ലോൺ മേള വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ CDS 1 ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീല ബി, കുടുംബശ്രീ അംഗം സെക്രട്ടറി ശോഭന എന്നിവർ സംസാരിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു വരതാങ്ങ് എന്ന പേരിൽ ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 11-ന് P. ബാലചന്ദ്രൻ MLA പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ചിത്രകലാ പരിഷത്തിലെ അംഗങ്ങളായ 75 ചിത്രകാരന്മാരുടെ 75 കലാസൃഷ്ടികളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ജില്ലാ സെക്രട്ടറി KS ഹരിദാസ്, ജില്ലാ ട്രഷറർ PS ഗോപി, കൺവീനർ സോമൻ അദീന, എക്സിക്യൂട്ടീവ് അംഗം അനിത വർമ്മ എന്നിവർ പങ്കെടുത്തു. കേരള ചിത്രകലാ പരിഷത്തിന്റെ സംസ്ഥാന ഘടകം ഈ വയനാട് CSB ബാങ്ക് അധികൃതരുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. ഓൾ കേരള ബാങ്ക് റിട്ടയർഡ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ CSB റിട്ടയറീസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ ദിനം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. AKBRF ജനറൽ സെക്രട്ടറി K. ശ്രീനിവാസൻ, PRRS അയ്യർ, E. ജോൺ ജോസഫ്, റാഫി കുഞ്ഞാപ്പു എന്നിവർ സംസാരിച്ചു. ഈ കാലഘട്ടത്തിൽ വലിച്ചിട്ടുണ്ട് ഒരു വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് 63,500 രൂപയുടെ ചെക്ക് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന് കൈമാറി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ പ്രസിഡന്റ് B. സോമൻ, സെക്രട്ടറി KV ജയൻ, ട്രഷറർ KJ ദേവസിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ ബദിര ചെസ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ ബദിര സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 40ഓളം താരങ്ങൾ പങ്കെടുത്തു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ജില്ലാ ബദിര സ്പോർട്സ് കൌൺസിൽ ചെയർമാൻ S. സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി KS ബിനേഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. 6ാമത് നവ മലയാളി പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാറിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ചന്ദ്രിക നിലയങ്ങോട് സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ PN ഗോപികൃഷ്ണൻ, PS ഷാനു, സോണി വേലൂക്കാരൻ, PV വേലായുധൻ എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള വാരിയർ സമാജം സംസ്ഥാന വനിതാ സംഗമം ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ വേദി പ്രസിഡന്റ് ഗീത R. വാരിയർ അധ്യക്ഷയായി. നവതിയിലെത്തിയ T. അമ്മണി വാരസ്യാരെ ആദരിച്ചു. ഡോക്ടർ PS ശ്രീരഞ്ജിനി, വാരിയർ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി VV മുരളീധര വാര്യർ, സംസ്ഥാന ട്രഷറർ VV ഗിരീശൻ, സംസ്ഥാന സെക്രട്ടറി AC സുരേഷ്, ജില്ലാ സെക്രട്ടറി VV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജൂഡോ അക്കാദമിയിൽ ഞായറാഴ്ച നടക്കുന്ന ജില്ലാ ജൂഡോ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ഷോയ് നാരായണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിശീലകരായ ഷൈനൻ, TR ലക്ഷ്മി, ആര്യ ലക്ഷ്മി, രക്ഷിതാക്കളായ സിനി ശ്രീകുമാർ, ശ്രുതി സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവം സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ A. ആബിദ, PTA വൈസ് പ്രസിഡന്റ് PS സുബിൻ, ഷിമി ഗോപി, ബീന K. മേനോൻ എന്നിവർ സംസാരിച്ചു. കുറേ കലാപരിപാടികളാണ് പങ്കെടുത്തത്. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ
സ്കൂളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, അതായത് പെരുവനം ഗ്രാമസഭ ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ നടക്കുന്ന അഗ്നിധ്യാനത്തിന്റെയും സോമയാഗത്തിന്റെയും വിളംബര ഘോഷയാത്രയ്ക്ക് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ ഘോഷയാത്രയെ മാലയിട്ട് സ്വീകരിച്ച് തുടർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വടക്കുന്നാഥ ക്ഷേത്ര മാനേജർ കെ ടി സരിത, വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ടി ആർ ഹരിഹരൻ, എളങ്ങള്ളൂർ മന തിരുമേനി, സദാനന്ദൻ നമ്പൂതിരി തുടങ്ങി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഈ മാസം 18-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യോഗ വിളംബര ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി എളങ്ങള്ളൂർ മനയിൽ സമാപിച്ചു. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ചിറക്കേക്കോട് എളങ്ങള്ളൂർ മനയിൽ ആരൂർ വാസുദേവൻ ഭട്ടതിരിപ്പാട്, വെള്ളാപ്പറമ്പ് മാധുൻ നമ്പൂതിരി എന്നിവർ യജമാനനായുള്ള അഗ്നിധ്യാനവും സോമയാഗവും നടക്കുന്നത്. വടക്ക് നിന്ന്, അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ ആരംഭിച്ചത് അടുത്ത അധികം വൈകാതെ തന്നെ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് PTA ആഭിമുഖ്യത്തിൽ ആനുവൽ ഗ്രാജുവേഷൻ ഡേ ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാലക്കാട് IIT ഡയറക്ടർ ശേഷാദ്രി ശേഖർ മുഖ്യ അതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷി, റിസർച്ച് ഡീൻ ഡോക്ടർ ബി ലിജോ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ചന്ദ്രൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AM മണിലാൽ എന്നിവർ പങ്കെടുത്തു. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിൽ കാർഷിക ദിനാചരണം മണലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച കർഷക കുടുംബത്തെ രാജൻ കണ്ണമ്പറമ്പിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുട്ടി കർഷകൻ മാസ്റ്റർ വിദ്യുത് രാജിന് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിന്നി മെമന്റോ നൽകി. PTA പ്രസിഡന്റ് സിജോ മാത്യു, മുഹമ്മദ് ഷെരീഫ്, സിജി ചെറിയാൻ, സെമി സൈമൺ എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,20,00,000 രൂപ കൈമാറി. മുൻ MLA VKC മമ്മദ് കോയ, സംസ്ഥാന സെക്രട്ടറി ES ബിജു, സംസ്ഥാന സമിതി ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ തുടങ്ങിയവർ തിരുവനന്തപുരത്തെത്തി തുക കൈമാറി. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിലെ PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന LD ക്ലർക്ക് മാതൃകാ പരീക്ഷകൾ സമാപിച്ചു. 4 ഘട്ടങ്ങളായാണ് കൂട്ടായ്മ LDC മാതൃകാ പരീക്ഷയും PSC കറന്റ് അഫയേഴ്സ് പരീക്ഷയും സംഘടിപ്പിച്ചത്. ഈ മാസം 31-ന് തൃശൂർ ജില്ലയിൽ നടക്കുന്ന PSC LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായി നടത്തിയ മാതൃകാ പരീക്ഷകളിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, PSC വിഭാഗം പഠന കൂട്ടായ്മ അംഗം പ്രനീഷ് P മേനോൻ എന്നിവർ നേതൃത്വം നൽകി. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭ, തെക്കുംകര പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലെ എഴുത്തുകാരുടെ സംഗമം ഞായറാഴ്ച നടക്കും. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടക്കുന്ന സംഗമം പ്രൊഫസർ VG തമ്പി ഉദ്ഘാടനം ചെയ്യും. ഒരു പുസ്തകം എങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള രചയിതാക്കളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് പൂമല, സെക്രട്ടറി മോഹൻദാസ്, ട്രഷറർ മോഹനൻ അവണപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. അമ്മമാർക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നു നൽകുന്ന അക്ഷര പടവുകൾ പദ്ധതി ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. അധ്യാപിക EA ആനി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, PTA പ്രസിഡന്റ് ജോസ് വാവേലി, മദർ PTA പ്രസിഡന്റ് മുനീറ സുഹൈൽ, വൈസ് പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഇല്ലന്തറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി മരുതേരി മന ശശികുമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാദ്യമേളങ്ങളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. പടിഞ്ഞാറ്റുമുറി ദേശതാലപ്പൊലി കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ ബസ് ടെർമിനലിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക, ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം യൂണിറ്റ് രക്ഷാധികാരി ജോസ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ഷിബു കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി പി എ ബാലകൃഷ്ണൻ, മുൻ പ്രസിഡന്റ് തോമസ് എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP അനിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CA വിജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ, വാർഡ് മെമ്പർ സീമ ഷാജു, വികസന സമിതി ചെയർമാൻ ബാജി കുറുമ്പൂർ എന്നിവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ കുണ്ടഴിയൂർ GM UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണത്തിനായി വിദ്യാർത്ഥികൾ നടപ്പിലാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പിൽ 100 മേനി വിളവ് SSG ചെയർമാൻ അഫ്സൽ പാടൂർ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് തെസ്നി ഷാഫി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ CV സുഭാഷ്, കാർഷിക ക്ലബ്ബ് കൺവീനർ AS രാജു, PTA അംഗങ്ങളായ TM സാജിദ, HK കവിത, രശ്മി, ഷജിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ കോളിൻ ശിക്കാലക്കൽ തിരുനാൾ പ്രസിദ്ധേന്തി കാർഡ് വിതരണം ചെയ്തു. ഒക്ടോബർ 10-നാണ് തിരുനാൾ. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ, വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3252 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഫിഷറീസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗം നടന്നു. കഥകളി വേഷത്തെ മോശമായ ചിത്രങ്ങളിലൂടെ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത്. സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത കലാമണ്ഡലം അധികൃതർ. ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ. കൃഷി നടത്താൻ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ച് കർഷകർ. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 46 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ദേശീയപാത ചാലക്കുടി കൊരട്ടി മേഖലയിൽ അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് ആശങ്ക. സർവീസ് റോഡുകളുടെയും കാനകളുടെയും അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ചെറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.